ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസ് നേതാക്കളെ ലക്ഷ്യമിട്ട് സിപിഐഎം പ്രചാരണം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേതാക്കളുമായുള്ള അടുപ്പം ചൂണ്ടിക്കാട്ടിയാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം സിപിഐഎം ആരോപണമുയർത്തുന്നത്. സോണിയാഗാന്ധിക്കും പങ്കുണ്ടെന്ന തരത്തിലാണ് ആരോപണം. ഇത് ഏറ്റെടുത്ത് മന്ത്രിമാരും സിപിഐഎം നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരും പാർട്ടിയും പ്രതിസന്ധിയിലായിട്ടും പ്രതിരോധത്തിന് കാര്യമായ ശ്രമം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വരും വരെ സിപിഎം നടത്തിയിരുന്നില്ല. കോടതി നിർദ്ദേശിച്ച പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം നടക്കട്ടെ എന്നായിരുന്നു നിലപാട്. എന്നാൽ യുഡിഎഫും ബിജെപിയും ഉയർത്തിയ പ്രചാരണം സിപിഎമ്മിന് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നാണ് പൊതുവെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിരോധത്തിന് സിപിഐഎം ശ്രമം. സ്വർണ്ണമോഷണ കേസിലെ പ്രധാന കണ്ണിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കോൺഗ്രസ് നേതാക്കളുമായുള്ള അടുപ്പമുയർത്തിയാണ് സിപിഐഎം പ്രചാരണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കൊണ്ടുവന്നത് യുഡിഎഫ് ആണ്. സോണിയാഗാന്ധിയുടെ വസതിയിൽ 2 തവണ ഉണ്ണികൃഷ്ണൻ പോറ്റി സന്ദർശനം നടത്തി. കോൺഗ്രസ് നേതാക്കളായ ആന്റോ ആന്റണി, അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവരാണ് അതിന് സഹായം നൽകിയതെന്നും സിപിഐഎം ആരോപിക്കുന്നു. സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഇറ്റലിയിൽ പൗരാണിക വസ്തുക്കൾ വിൽക്കുന്ന കടയുണ്ടെന്നും ശബരിമല സ്വർണ്ണക്കടത്തിന് ഇതുമായി ബന്ധമുണ്ടെന്നുമാണ് സിപിഐഎം പ്രചാരണം. പിന്നാലെ ആരോപണങ്ങൾ ഏറ്റെടുത്ത് മന്ത്രിമാരും രംഗത്തെത്തി. സോണിയാഗാന്ധിയുടെ അടുത്ത് നിരവധി പ്രാവശ്യം എന്തിന് ഈ പോറ്റി പോയി, ഇത്രയും കള്ള പോറ്റി എന്തിന് നൂല് കെട്ടാൻ വേണ്ടി പോയി, ശത്രു സംഹാര ശത്രുക്കളെ നേരിടുന്നതിന് വേണ്ടിയുള്ള നൂല്. അതിനെപ്പറ്റി ആദ്യം പറയട്ടെ അദ്ദേഹം. പോറ്റിയെ കയറ്റി എന്ന പാരടിപ്പാട്ടും മുൻ മന്ത്രിമാർക്കെതിരെ വരെ ആരോപണങ്ങളും ഉയർത്തി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശക്തമായ പ്രചാരണമാണ് തെരഞ്ഞെടുപ്പിന് ശേഷവും യുഡിഎഫ് തുടരുന്നത്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആരോപണ വിധേയരുടെ കോൺഗ്രസ് ബന്ധം ചൂണ്ടിക്കാട്ടിയുള്ള സിപിഎമ്മിന്റെ പ്രതിരോധം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.